എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇത്ര ക്യാമറാസ് വിചാരിച്ചിട്ടില്ല, കുറച്ച് ടെൻഷനായി വന്നിട്ട്. വളരെ സന്തോഷം എപ്പോഴും പോലെ കേരളത്തിൽ വരുമ്പോൾ. ഈ പടം ചിത്ത എല്ലാം പറഞ്ഞു, റോ റസ്റ്റിക് ഫിലിം. പക്ഷേ അവർ രണ്ട് ടൈപ്സ് ഓഫ് മൂവീസ് ചെയ്യും, രണ്ട് രീതിയിൽ. ഒരു സേതുപതി പോലെ ഒരു ഭയങ്കര കമേഴ്ഷ്യലായിട്ട് ചെയ്യും, പിന്നെ ചിത്ത പോലെ. ചിത്ത നിങ്ങളെല്ലാം കണ്ടിരിക്കും, ഒരു വെരി സീരിയസ്, വെരി ഡീപ്പ്, വെരി മൂവിങ്, ഹാർട്ട് ഫെൽ, സെൻസിറ്റീവ് ടോപ്പിക് ഉള്ള ഒരു ചിത്രവും ചെയ്യാൻ പറ്റും. ഹീസ് ദാറ്റ് കൈൻഡ് ഓഫ് എ ഡയറക്ടർ. സോ അവർ ഈ പടത്തിൽ രണ്ടും കമ്പൈൻ ചെയ്തിട്ട് ഒരു റോ റസ്റ്റിക് ഫീൽ, അതിൽ വളരെ മാസമായിട്ട് ഒരു വി ഹവ് ട്രൈഡ് ചെറുതായിട്ട് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഒരു ഗ്രാമർ ഇതും ഇല്ലാത്ത ഓപ്പണിങ്ങും ഒരു ഹീറോ ഇൻട്രഡക്ഷൻ, സോങ്സ്, ഫസ്റ്റ് സോങ്, പിന്നെ സീന്, പിന്നെ ഫൈറ്റ് സീക്വൻസ്, പിന്നെ ഇൻ്റർവൽ ബ്ലോക്ക്, പിന്നെ ഫ്ലാഷ് ബാക്ക്, പിന്നെ ക്ലൈമാക്സ്, അങ്ങനെയല്ലാത്ത ഇതോ ഒരു മാറ്റി വേറെ ഒന്ന് ട്രൈ ചെയ്തു. ആൻഡ് ഇറ്റ് വാസ് റിയലി ആൻ അമേസിങ് എക്സ്പീരിയൻസ് അത് ഞങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ. സോ എനി വൺ തിയേറ്റർക്ക് വരുമ്പോൾ എക്സ്പെക്ട് സംതിങ് എ ലിറ്റിൽ ഡിഫറെൻറ്റ്. ഡെഫിനറ്റായിട്ട് ഐ എം ഷുവർ ഞങ്ങൾ ഇറ്റ് ഇംപ്രസ്ഡ് ഓൾ ഓഫ് us when you're working. അങ്ങനെ നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നു ഞാൻ വിചാരിക്കുന്നു. ആൻഡ് ഈ പടത്തിൽ നോർമലായിട്ട് എല്ലാവരും പെർഫോമേഴ്സ് അല്ലെങ്കിൽ പെർഫോമിങ് ആർട്ടിസ്റ്റ് വേണമെന്ന് വിചാരിച്ചിട്ടാണ് ഹീ പുട്ട് എ ടീം ടുഗെദർ. എല്ലാവരും ഈ പടത്തിൽ എല്ലാം ചെറിയ എന്നോട് മോണിലിருந்து എല്ലാം എസ് ജെ സാറിലേക്കും എല്ലാവരും ഗ്രേറ്റ് പെർഫോമേഴ്സ്. ആൻഡ് ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ് അവരോട് അഭിനയിക്കുമ്പോൾ. ബട്ട് ഇങ്ങനെ ഒരു കമേഴ്ഷ്യൽ സിനിമയിൽ എന്തിനാ പെർഫോമേഴ്സിന് ചോദിച്ചാൽ, ഇത് ഒവ്വൊരു സീനിലും വളരെ മൈന്യൂട്ട് സട്ടിലായിട്ട് ചില വിഷയങ്ങൾ അയാൾ ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഡയറക്ടർ. ആൻഡ് അത് പടം കാണുമ്പോൾ ഒരു പുതിയ എക്സ്പീരിയൻസ് ഉണ്ടാവും. ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി. ഞാൻ ചെന്നൈയിലുണ്ടാകുമ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ഒരു മലയാള പടം കാണുമ്പോൾ ഒരു ഒരു ബ്രീതിങ് സ്പേസ്, ഒരു ആർട്ടിസ്റ്റ് മറ്റൊരു ഇപ്പോൾ രണ്ടുപേരും സംസാരിക്കുമ്പോൾ നമ്മൾ തമ്മിൽ ഒരു ചിന്ന ബ്രീതിങ് സ്പേസ് ഉണ്ടാകും. ഒരു ഡയലോഗും മറ്റു ഡയലോഗും അടുത്ത് നോർമലായിട്ട് അത് തമിഴിൽ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് ഇതിൽ നമ്മൾ കുറേ ബ്രീതിങ് സ്പേസ് തന്നിട്ട് എക്സ്പ്രഷൻസ്ക്ക് വേണ്ടിയോ ഇമോഷൻക്ക് വേണ്ടിയോ ഫൈറ്റ്സ്, സോങ്, സീൻസ് എല്ലാത്തിലും ഇൻ്റർവൽ ബ്ലോക്ക്, ക്ലൈമാക്സ് എല്ലാത്തിലും ഒരു ഇമോഷൻ കോണ്ടന്റ് ഉണ്ട് ഈ പടത്തിൽ. ആൻഡ് ഇതിൽ ഐ ഹാഡ് ദ പ്ലെഷർ ഓഫ് വർക്കിംഗ് വിത്ത് എസ് ജെ. ഐ എം ഹ്യൂജ് ഫാൻ. അവർ സംവിധായകനായിട്ടുണ്ടാകുമ്പോൾ എനിക്ക് ഖുഷി, വാലി എല്ലാം ഞാൻ കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. അങ്ങനെ ഒരു ഡയറക്ടർ അഭിനയിച്ച് നല്ല നടനായി മാറി. പിന്നെ ഇതാണ് ആദ്യത്തെ പ്രാവശ്യം അവരോട് ഞാൻ അഭിനയിക്കുന്നത്. ആൻഡ് ഇറ്റ് വാസ് സച്ച് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. താങ്ക് യു വെരി മച്ച്. ആൻഡ് തുഷാര എൻ്റെ പേര്. ഇതിൽ ഇങ്ങനെ ഒരു ആക്ഷൻ ഓറിയൻറ്റഡ്, ഒരു വയലൻറ്റ് അങ്ങനെ ഒരു ഫിലിമിൽ ഒരു പെണ്ണിക്ക് സ്ഥലമുണ്ടോയെന്ന് വിചാരിച്ചാൽ നിങ്ങൾ പടം കാണുമ്പോൾ കുറച്ച് ഷോക്ക്, മൈലി സർപ്രൈസ് ആൻഡ് ഷോക്ക് കിട്ടും. ബിക്കോസ് ഇതിൽ അവർക്കൊരു വളരെ സ്ട്രോങ് ക്യാരക്ടർ. ചിത്ത എപ്പോഴും അവരുടെ ഫിലിംസിൽ ലേഡീസ്, വിമൻ ക്യാരക്ടർക്ക് ഒരു ഭയങ്കര സ്ട്രെങ്ത് ഉണ്ടാവും, ഒരു ഡെപ്ത് ഉണ്ടാവും. സോ ഇതിൽ എല്ലാം ഇത് ഞാൻ പറഞ്ഞു, ഇതൊരു ചെറിയ ഫോട്ടോ, ഇത് ഡയലോഗ് വേണ്ട, വേറെ ഏത് വേണം, മ്യൂസിക് വേണ്ട, ഒന്നും വേണം. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രേമം, ഒരു സ്നേഹം, മോർ കെയറിങ് ദൻ എനിത്തിങ്. അങ്ങനെ ചെറിയ ഡീറ്റെയിൽസ് അവർ വളരെ നന്നായിട്ട് ചെയ്തു. ഇറ്റ്സ് ലൈക്ക് ആൻ ആർട്ടിസ്റ്റ്. താങ്ക് യു അരുൺ ഫോർ ഇൻട്രൊഡ്യൂസിങ് അസ് ടു യുവർ പെയിൻറ്റിങ്. വളരെ എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ ചെയ്തു. ഇതിൽ സുരാജ്, ഐ നോ നിങ്ങൾ എല്ലാവർക്കും സുരാജിന് പറയുമ്പോൾ യു ഓൾ നോ ഹിം. അവർ മൾട്ടി ടാലൻറ്റഡ്, മൾട്ടി ഫാസറ്റഡ്. ഞങ്ങളൊരു തമിഴിലൊരു ഇൻ്റർവ്യൂ ചെയ്തു. ആദ്യം സുരാജ് പറയും, ബട്ട് കനേസ് എനിക്ക് ആദ്യം അവർ ഡീറ്റെയിൽ ആയിട്ട് പറയും. ബട്ട് ആദ്യം സ്റ്റോറി കേൾക്കുമ്പോൾ ഒരു വാക്ക് മനസ്സിലാത്ത ഓക്കേന്ന് പറഞ്ഞിട്ട് വന്നു. പിന്നെ അവർ ഷൂട്ടിങ്ങിലാണ് കുറച്ച് മെല്ലെ മനസ്സിലായി. സോ അങ്ങനെ കൊണ്ടാണ് ആള് ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഞങ്ങളെല്ലാം സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ട് തമിഴില് ഫുൾ ഡയലോഗ്സും ഫുൾ കോമഡി ചെയ്തിട്ട് എല്ലാവരും ഞങ്ങളെല്ലാം ഓഡിയൻസാണ് മാറി. അങ്ങനെ ജസ്റ്റ് ഫോർ എൻ ഇൻ്റർവ്യൂ. അതുപോലെ മിമിക്രി, പിന്നെ ഇപ്പോൾ ഓഡിയോ ലോഞ്ചിൽ ബീറ്റ് ബോക്സിങ് ചെയ്തു. ഐ വാസ് ലൈക്ക് സ്റ്റണ്ട്. ഇപ്പം എനിക്ക് പേടി, നിങ്ങൾ നെക്സ്റ്റ് ഡാൻസ് പിന്നെ ആക്രോബാറ്റിക്സ് വേറെ എന്ത് ചെയ്യും. മിമിക്രി എല്ലാവർക്കും അറിയും അവരെങ്ങനെ ചെയ്യുമെന്ന്. ആൻഡ് ബട്ട് പെർഫോമൻസ് വൈസ് ഒരു എനിക്കറിയാം, ബിക്കോസ് ഞാൻ മലയാളത്തിൽ സിനിമയ്ക്ക് വരുമ്പോൾ എനിക്ക് ഒരു വാക്ക്, എനിക്ക് ഇവൻ വിവാഹം കഴിയുമ്പോൾ ആദ്യത്തെ വാക്ക് മതി. ബിക്കോസ് എല്ലാവരും ഭക്ഷണം ഇടുമ്പോൾ അത്രയായിട്ടും അപ്പോൾ മതി, അത് മാത്രം ഞാൻ അപ്പോൾ പഠിച്ചു. അതിന് മുമ്പേ എനിക്ക് ഒന്നും അറിയത്തില്ല. സോ അപ്പോൾ എനിക്ക്
ഒരു ഡയലോഗ് ഒരു ലാംഗ്വേജ് അറിയാത്ത ഒരു ലാംഗ്വേജിൽ വന്നിട്ട് ഡയലോഗ് പറയുമ്പോൾ എത്ര ഒരു ടെൻഷൻ ഉണ്ടാവും അങ്ങനെ ഒരു ഇതുണ്ട്. അവർ ആദ്യത്തെ സീൻ ഒരു 16 minutes ഷോർട്ടാണ്, ഫുൾ ഡയലോഗ്സ് അയാളാണ്, ബട്ട് ഹീ ഡിഡ് ഇറ്റ് സോ വെൽ. അത്ര കോൺഫിഡൻ്റ് ആയിട്ട് ഒരു വളരെ ഭയങ്കര ഡെപ്ത് കൊണ്ടുവന്നു ഈ ക്യാരക്ടർ. ഇല്ല ഇറ്റ്സ് നോട്ട് ഒരു നോർമലായിട്ട് ഇങ്ങനെ ഒരു നെഗറ്റീവ് ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ഗ്രേ ഷെയ്ഡ്സ് ഉള്ള ക്യാരക്ടർ അങ്ങനെയില്ല. ഇയാൾക്കും ഞങ്ങളുടെ എല്ലാവർക്കും ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്. ഇതിൽ നെഗറ്റീവ് പോസിറ്റീവ് എനിക്കറിയില്ല. ഐ തിങ്ക് വി ആർ ഓൾ ഗ്രേ. ഇവർ മാത്രം ഫാമിലി ലവ് ഹസ്ബൻഡ് അത് ഭർത്താവ് അതൊക്കെ മാത്രം ഇവർ മാത്രം ടോട്ടലി പ്യുവർ. ഞങ്ങളെല്ലാവരും വി മേ ബി ഗ്രേ, പക്ഷേ ഞങ്ങളെല്ലാവർക്കും ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്. എനിക്കൊരു ആവശ്യമുണ്ട്, ഇവർക്കൊരു ആവശ്യമുണ്ട്, അവർക്കൊരു ആവശ്യമുണ്ട്. സോ അതാണ് സ്റ്റോറി. അതിലെ ഗ്രേ ഷെയ്ഡ്സും കാണിച്ചിട്ട് പിന്നെ അതിലെ ഫ്രണ്ട്ഷിപ്പ് പിന്നെ അതിലെ ദേഷ്യം എല്ലാം സുരാജ് ഞാൻ അവരോട് എല്ലാ പടം ഞാൻ ഫസ്റ്റ് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ കണ്ട് അപ്പോഴും തന്നെ ഐ വാച്ച്ഡ് എവറി ഫിലിം ഓഫ് ഹിസ്. വെരി സൂപ്പർ ടാലന്റഡ് ആക്ടർ. താങ്ക് യു സുരാജ് ഫോർ ബീങ് ഇൻ ആ ഫിലിം. സച്ച് എ ഓണർ. ആൻഡ് നന്നായിട്ട് ചെയ്തു. ഐ ഡെന്റ് തിങ്ക് ഞാൻ ഫസ്റ്റ് വിചാരിച്ചു ബിക്കോസ് ഐ സീൻ സം റിയലി ഗുഡ് ആക്ടേഴ്സ് ഹിന്ദിയിൽ നിന്ന് വന്നിട്ട് വളരെ നന്നായിട്ട് അഭിനയിക്കും. പക്ഷേ ഡയലോഗ്സ് കിട്ടുമ്പോൾ ഡയലോഗ്സ് പറഞ്ഞാൽ മതി. അത് ചുമ്മാ ലൈക്ക് ദേ ജസ്റ്റ് ലേൺ ഇറ്റ് പഠിച്ചിട്ട് പിന്നെ വന്നിട്ട് വെറുതെ പറഞ്ഞിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകും. സുരാജ് അങ്ങനെയാ പഠിച്ച് AIOU അതെല്ലാം പറയും, പക്ഷെ നന്നായിട്ട് പറയും. സോ സുരാജ് വാസ് സംബഡി ഹു റിയലി ട്രൈഡ് ആൻഡ് ഹ്യൂജ് പ്ലസ് പോയിന്റ്. പിന്നെ ഇവർ മാത്രമല്ല മാലാ പാർവതി ഉണ്ട് ഈ പടത്തിൽ. അവരും ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് റോൾ ചെയ്തു. വളരെ നന്നായിട്ട് ക്യാരക്ടർ വന്നു. അതുപോലെ പൃഥ്വി ഉണ്ട്, ലൈക്ക് കുറേ ആൾക്കാരുണ്ട് ഇതിൽ. ബട്ട് ഓൾ ഓഫ് ദം ആർ പെർഫോമേഴ്സ്. ദിസ് ഓൾ ഐ വാണ്ട് ടു സേ. ബട്ട് എനിക്ക് റീസെൻ്റ് ആയിട്ട് ഞാൻ കുറേ എപ്പോഴും ഞാൻ കാണുമ്പോൾ ഇപ്പോൾ OTT വന്ന ശേഷം എല്ലാ മലയാള പടങ്ങളും കാണും. അതിൽ റീസെൻ്റ് ആയിട്ട് രേഖാചിത്രം, പിന്നെ പൊന്മാൻ, പിന്നെ മാർക്കോ, ലൈക്ക് ഇങ്ങനെ ഒരു ഫൈറ്റ് സീക്വൻസ് ഇന്ത്യ സിനിമയിലേ ഇല്ല. കില്ല കുറച്ച് വരും, ബട്ട് ഉണ്ണി കലക്കി. ഞാൻ മല്ലികാപുരം കണ്ടിട്ട് അത്ര ശാന്തമായിട്ട് അത്ര സ്വീറ്റ് ആയിട്ട് ഒരാൾ ഇവിടെ വന്നിട്ട് ഇത്ര ബ്രൂട്ടലായിട്ട് ഒരു ബീസ്റ്റായിട്ട് ചെയ്തു. ഐ റിയലി ലവ് ദാറ്റ് ഫിലിം. സോ അതുപോലെ ആവേശം, പിന്നെ every movie that has come out now recently, എല്ലാം മലയാള സിനിമ ഇസ് ബ്യൂട്ടിഫുൾ. ഇറ്റ്സ് ഗ്രോൺ സോ വെൽ. നിങ്ങളുടെ കോണ്ടന്റ് ബേസ്ഡ് സിനിമ ഇസ് ഫാന്റാസ്റ്റിക്. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ OTT ഇത് പാൻ ഇന്ത്യ സിനിമ കാണുമ്പോൾ നോക്കുമ്പോൾ ഒരു മിന്നൽ മുരളി പാൻ ഇന്ത്യയിൽ വന്നു, ബട്ട് ഒരു OTT പ്രോഡക്റ്റാണ് വന്നു അല്ലേ. പക്ഷേ ഒരു KGF ഒരു ചെറിയ ഇൻഡസ്ട്രിയിലിருந்து KGF വന്നു, പിന്നെ കാന്താര വന്നു, ബാഹുബലി വന്നു തെലുഗുലെ, ബാഹുബലി RRR മറ്റതെല്ലാം വന്നു. തമിഴിൽ വി ഹാവ് സ്റ്റിൽ വർക്കിംഗ് ഓൺ ഇറ്റ്. മലയാള സിനിമയിലെ ചെറിയ പടങ്ങൾ ചെയ്തിട്ട് നല്ല കോണ്ടന്റ് ബേസുള്ള പടം ചെയ്യുമ്പോൾ ഇപ്പോൾ എമ്പുരാൻ ഇസ് കമ്മിങ് വിച്ച് ഇസ് എ പാൻ ഇന്ത്യ ഫിലിം. ഐ എം ഷുവർ അത് വന്ന് ഒരു ഐ വാണ്ടഡ് ടു ബി എ ബിഗ് ഫിലിം ബിക്കോസ് ഞാനും ഐ നോ എവറി മലയാളി വാണ്ട്സ് ദാറ്റ് ഫിലിം ടു ബി എ ഹ്യൂജ് ഫിലിം. ആൻഡ് അതിൽ ലാലേട്ടൻ ഐ എം എ ഹ്യൂജ് ഫാൻ ഓഫ്. അത് മാത്രം കാര്യമില്ല, പൃഥ്വി ഈസ് ഓൾസോ വെരി ഗുഡ് ഫ്രണ്ട്. എനിക്ക് എപ്പോഴും ഒരു നടൻ ലൈക്ക് നോട്ട് ലൈക്ക് ഡയറക്ടർ വന്നിട്ട് നടനാകുമ്പോൾ വേറെ ഒരു അത് കുറച്ച് ടെൻഷൻ. ബട്ട് ഒരു നടനായിട്ട് ഇരുന്ന് ലൈക്ക് ധനുഷ് ചെയ്തു, ഇപ്പോൾ പൃഥ്വി ലൂസിഫർ ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ട് I was pretty shocked. So അതും എംബുരാനിൽ വന്ന് I seen the trailer. It's fantastic, promises to be a great film. I hope it's the first pan India huge film that creates records for Malayalam cinema and really puts it out there. So ആ പടത്തോടെ ഞങ്ങൾ പടമും വരുന്നു. It's a nice feel good emotional different type of a film. രണ്ട് പടങ്ങളും ഒറ്റ ദിവസത്തിൽ വരുന്നു. So I'm just hoping that Malayalis have always liked content based films. So രണ്ട് പടങ്ങളും will be received very well. And I'd like to thank you all in advance. നിങ്ങളുടെ wishes, നിങ്ങളുടെ blessings, and I love you all. Thank you for എപ്പോഴും സിനിമയ്ക്ക് വേണ്ടി എനിക്ക് വേണ്ടി നിങ്ങൾ സപ്പോർട്ട് ചെയ്തത്. എപ്പോഴും ഇറ്റ്സ് വെരി ക്ലോസ് ടു മീ. അത് ഒരു മനോഹരമായ ഒരു വിഷയം കറക്റ്റാണ് എനിക്ക്. ആൻഡ് I love you all. Thank you very much. കഴിഞ്ഞ ഒരു ഇന്റർവ്യൂവിൽ നിങ്ങൾ കണ്ടതാണ് മലയാളി ഓഡിയൻസിനെ കുറിച്ച് അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് SJ സൂര്യ സാർ പറഞ്ഞത് ലാംഗ്വേജ് ഏതായിരുന്നാലും തമിഴ് സിനിമയാണെങ്കിൽ പോലും തമിഴിൽ തന്നെ കാണാൻ ശ്രമിക്കുന്നവരാണ് മലയാളികൾ എന്നുള്ളത്. മലയാളികളോടൊന്നും സ്നേഹം കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട താരം SJ സൂര്യ. குட் ஈவினிங் எவ்ரிபடி. ரொம்ப சந்தோஷம் இந்த மூவியோட ப்ரொமோஷன்ஸில் ட்ராண்ட்ரம் வந்து உங்களை எல்லாரையும் சந்திக்கிறதுல ரொம்ப ரொம்ப சந்தோஷம். வீர தீர சூரா மார்ச் 27 ரிலீஸ் ஆகுது. வீர தீர சூரா வந்து ஒரு நல்ல
ஒரு நல்ல ஒரு கண்டென்ட். ஒரு மார்டின் ஸ்கார்செஸி மேக்கிங் வந்து ஒரு வில்லேஜில் இருந்தால் எப்படி இருக்கும் அந்த மாதிரியான ஒரு மேக்கிங் இந்த டைரக்டர் பண்ணியிருக்கிறாரு அருண்குமார் சார். ரொம்ப பேஷனேட் ஃபில்ம் மேக்கர். இந்த படம் வந்து மலையாள லேண்டில் வந்து பார்த்தீங்கன்னா நீங்கள் உங்களுக்கு வந்து 2 விஷயங்கள் உங்களுக்கு கனெக்ட் ஆகும். ஒன்று, இந்த படத்தோட ப்ரொடியூசர் வந்து ஃப்ரம் ட்ராண்ட்ரம், இந்த சேம் மண்ணிலேருந்து வந்தவர். இன்றைக்கி வந்து ஒரு கார்பரேட் கம்பெனிகள்லாம் ஸ்ட்ரகிள் ஆகி படம் எடுக்கும் பொழுது ஒரு இண்டிவிஜுவல் ப்ரொடியூசர் ஸ்ட்ராங்காக வந்து ஒரு இவ்வளோ பெரிய ஸ்டார் காஸ்டிங் வச்சு ஒரு பிரமாதமான ஒரு படத்துக்கு சப்போர்ட்டாக நின்று அந்த படத்தை எடுத்து நீங்கள் சொன்ன டேட்டில் ரிலீஸ் பண்ணி அந்த மாதிரி கொண்டு வருதுன்றது ரொம்ப ரொம்ப ஒரு எஃபிஷியண்ட்டான ஒரு விஷயம். ஒரு மலையாளியாக அவர் வந்து இந்த லேண்ட்லேருந்து வந்து ஒரு தமிழ் படம் பண்ணியிருக்காரு. ஸோ நீங்கள் யூ ஹேவ் டு ஓன் திஸ் ஃபிலிம். தட்ஸ் வாட் ஐ வாண்ட் டு சே. என்னென்னா எல்லாருமே பேஷன். அவர் சொல்லும்போது சொல்லுவார், டைரக்டருக்கு என்ன வேணுமோ, ஏன்னா டைரக்டர் ரொம்ப நல்ல விஷயம், டைரக்டருக்கு என்ன வேணுமோ அதை பண்ணி கொடுக்கணும் சார் அப்படின்னு சொல்லி ஒரு 15 நாள் மழையெல்லாம் இருந்தது அந்த ஏரியாவில். அதெல்லாம் எவ்வளோ காஸ்ட் வேஸ்ட் ஆகல பரவாயில்ல, அதை பண்ணுங்க அப்படின்னு சொல்லி பண்ண சொல்லி இட் ஸ்டார்டட் ஃப்ரம் தேர். அவர் தான் வந்து டைரக்டர் சாரை கூப்பிட்டுட்டு நான் ஆஃபீஸ்க்கு வந்து நம்ம கதையை சொன்னார். டைரக்டர் சார் கதை சொன்னார். சொல்லும்போது ஃபர்ஸ்ட் ஹாஃப் சொன்னார். சொல்லிவிட்டு செகண்ட் ஹாஃப் இதுவே தான் சார் ஒர்க் பண்ணணும், நான் ஒர்க் பண்ணிட்டேன், ஐடியா இருக்குது, நான் ஃபுல்லாக டிசைன் பண்ணிவிட்டு வந்து சொல்கிறேன் அப்படின்னு சொல்லி சொன்னார். ஃபர்ஸ்ட் ஹாஃப் கேட்டோடனே நான் முடிவு பண்ணிட்டேன், இந்த படம் கண்டிப்பாக நம்ம பண்ணுறோம் அப்படின்னு சொல்லி நான் முடிவு பண்ணிட்டேன். ஏன் அப்படின்னு சொல்லி சொன்னால், ஒரு ஜெனியூனான நேரேஷன் அண்ட் ஒரு ஜெனியூனான ஒரு அட்டெம்ப்ட், ஒரு டிஃபரன்ஸ் ஃபீல் ஆச்சு, ஒரு இன்ஸ்டிங்க்ட் சொல்லிச்சு, இந்த டைரக்டர் சூப்பர் டைரக்டராக, நீ இதை மிஸ் பண்ணிடாது இந்த படத்தை அப்படின்னு அந்த இது சொல்லிச்சு. அண்ட் ஒன் மோர் திங், இது யாரோட, நம்ம ஜிஆர் விக்ரம் சாரோட. டெஃபினட்டாக இவ்வளோ பவர் பேக்டு பர்ஃபார்மரோட நம்ம சுராஜ் சார் நேஷ்னல் அவார்டு வின்னர், 2 பேருமே நேஷ்னல் அவார்டு வின்னர். இவங்க 2 பேரும் நடுவில் நான் மாட்டிக்கிட்டேன். அந்த மாதிரி ஒரு சேலஞ்சிங் பர்ஃபார்மன்ஸ் வரக்கூடிய ஒரு சீக்வன்சஸ் எல்லாம் நிறையா இருந்ததுனால அதை நான் ஒத்துக்கிட்டு அப்போ இந்த டைரக்டர், இப்போ ப்ரொடியூசரை பற்றி சொன்ன மாதிரி இந்த டைரக்டரை பற்றி படத்தை பற்றி சொல்கிறதுக்கு முன்னாடி ஒரு சீக்வன்ஸை நான் கரெக்டாக சொல்லிட்டேன்னா போதும், இந்த படம் எவ்வளோ லவ்வோடு மேக் பண்ணப்பட்டது. எல்லாருமே படத்தை லவ் பண்ணி தான் எடுக்கிறோம். இருந்தாலும் அந்த படம் எவ்வளோ நல்லா லவ்வோடு எடுக்கப்பட்டது அப்படின்னு சொல்லி பார்த்தீங்கன்னா ஒரு இம்பார்ட்டன்ட் சீக்வன்ஸ் இந்த படத்தில் இருக்குது. அந்த சீக்வன்ஸ் வந்து பார்த்தீங்கன்னா ஒரு 16 மினிட்ஸ் ஒரு சிங்கிள் ஷாட். இந்த சிங்கிள் ஷாட்டை அச்சீவ் பண்ணணும்னு ஒரு டைரக்டர் போராடுறாரு. ஒரு 10 days அதுக்கு வந்து ஆர்டிஸ்ட் வர்றதுக்கு முன்னாடி அவரோட ரிஹர்சல்ஸ் பண்ணிக்கிட்டார். அசிஸ்டன்ட் டைரக்டர்ஸ் வச்சு ஃபோன் வச்சுக்கிட்டு நல்ல பெரிய ஒரு 16 ஏக்கர் ஒரு ஃபேக்ட்ரி, அதில் வந்து ரிஹர்சல்லாம் பண்ணிவிட்டு அதுக்கப்புறம் எங்களை வச்சு 3 days வித் லைட்ஸ் அண்ட் கேமரா ஒரு 3 days ரிஹர்சல் பண்ணிவிட்டு அண்ட் த பர்டிகுலர் டே ஷூட் டே வந்துச்சு. அண்ட் என்னென்னா பயங்கரமான ஒரு இது வந்து 1927 அது என்ன ஃபுல் சிங்கிள் ஷாட் 1947 ஃபுல் படம் எடுத்திருப்பாங்க. ஆனால் அதோட எஃபர்ட் வந்து இந்த ஒரு ஷாட்டுக்கு அவர் வந்து போடணும்னு சொல்லி முடிவு பண்ணி வித் லவ் அண்ட் கேர் அந்த அதை எடுத்துக்கிட்டே வந்தாங்க. அந்த ஷார்ட் எடுக்கும்போது வீட்டுக்குள்ளேருந்து பேசி அப்படியே வந்து ட்ராவல் ஆகி வரும்போது ஒரு 5 minutesல நின்றுடும் ஃபஸ்ட்டு டே. அப்புறம் ஐயோ சரி திருப்பி எல்லாம் செட் பண்ணுவாங்க. அதெல்லாம் செட் பண்ணி திருப்பி இன்னொரு தடவை ஃபுல்லாக பேசிட்டு வந்து ஒரு 10th minute நின்றுடும். ஐயோ போச்சு, திருப்பி செட் பண்ணுறதுக்கு 1 hour ஆகும். அந்த ஷார்ட்ஸ் எல்லாம் ஃபியூல்லாம் ஊற்றி பாம்ஸ் எல்லாம் ரெடி எல்லாம் செட் பண்ணாங்க. அது முடிச்சு வந்து இன்னொரு 12th minute அப்படி கேமரா டில்டப் ஆகும்போது ஃபைட்டர்ஸ் அந்த க்ரௌடு ஓடணும், அவங்க ஓடலை, அது முடிஞ்சு போச்சு. அதில் போச்சு. இப்படி ஆகி ஒரு ஷார்ட் ஃபுல்லாக எடுத்து முடிச்சாங்க. ஃபுல்லாக எடுத்து முடித்த உடனே அந்த ஷார்ட் ஃபுல்லாக வந்துருச்சு, 16 minutesம் வந்துருச்சு. ஆனால் அதுக்கப்புறம் பார்த்தீங்கன்னா அதை வந்து ஒரு திருப்பி அந்த ஷார்ட்டை எடுத்த ஷார்ட்டை பார்க்கும்போது பார்த்தா 16 minutes கரெக்டாக கோஆர்டினேட் ஆகிடுச்ச வழியில் அந்த பிளானிங்கில் ஆர்டிஸ்ட் வர டைமிங் இதெல்லாமே சிங்கில் இல்லாமல் ஒரு மாதிரி கொஞ்சம் ஆஃப், அவருக்கு இந்த மைண்டில் வந்த நினச்ச மாதிரி வரல. அப்போ நைட்டு மணி ஆல்மோஸ்ட் 3:30 3:45 இருக்கும். ஏன்னா 5:20க்கு சன்லைட் வந்துடும், அதோட ஷெட்யூல் பேக்கப். ஓகேயா? ஸோ அவர் வந்து தேம்பி அழுதுட்டார். மனுஷன் சின்ன ஒரு குழந்தை எப்படி அழுமோ, ஒரு வீட்டில் ஒரு குழந்தை எப்படி தன்னுடைய தேவை கிடைக்கலன்னா வீட்டில் எப்படி அழுமோ, அந்த மாதிரி அவர் ஷூட்டிங் ஸ்பாட்டில் நைட்டு 3:50 3:45 இருக்கும், பயங்கரமாக அழுதுட்டார். நாங்கள் எல்லாருமே சொல்லி நீங்கள் ஒன்றும் கவலைப்படாதீங்க, போய் இந்த ஷார்ட்டை எடுங்க, நல்லா வரும், நீங்கள் இந்த ஒரி பண்ணாதீங்க. அந்த ஏன்னா செட் பண்ணுற 1 hour ஆகும். 5 o'clock 5:20க்கு சன்லைட் வந்துடும், அவ்வளோதான் டைமு. ஸோ செட் பண்ணிவிட்டு எடுக்கிறாங்க. எடுத்து போகும்போது கரெக்டாக அந்த சிங்கிள் ஷாட்டில் எல்லாமே வந்து
அப்போது அந்த ஷாட்டு போக போகிறதுக்கு முன்னாடி நாங்கள் எல்லாருமே நான் கூட ஒரு மரத்து பக்கத்தில் போய் நின்று மேலே மரத்தை பார்த்து அம்மா இந்த ஷாட்டை எப்படியாவது நல்லபடியாக எடுத்து கொடுத்துருமா அப்படின்னு சொல்லி எல்லாருமே பதட்டமாயிட்டோம். அப்புறம் லாஸ்ட் 5 o'clock எல்லாம் செட் ஆச்சு. 5 o'clock ஸ்டார்ட் ஆச்சு. 5:16 அந்த ஷாட் முடிஞ்சுது. டைரக்டர் எதிர்பார்த்த மாதிரி எல்லாமே வந்தது. அது வந்து ஐ ஃபெல்ட் காடே வந்து அந்த ஷாட்டை எடுத்து கொடுத்த மாதிரி தான் நான் ரியலாக ஃபீல் ஆனேன். ஸோ அவ்வளோ எதுக்கு இதை சொல்லுவாருன்னா, அந்த ஒரு இன்சிடெண்ட் போதும் அந்த படத்தை எவ்வளோ நேர்த்தியாக அந்த இயக்குனர் எடுத்திருப்பார், எவ்வளோ லைவ்லியாக அந்த படத்தை எடுத்திருப்பார் அப்படின்னு சொல்லிட்டு. இது ஒரு ஹீரோ இன்ட்ரொடக்ஷன் அப்படின்னு பார்த்தீங்கன்னா, ஒரு ஜீப்பை திறந்து ப்ரொப்பலர் போட்டு அடித்து காலில் புழுதி பறந்து அப்படியெல்லாம் ஷார்ட்ஸ் இருக்காது. ஆனால் அதுக்கும் மேலான ஒரு இம்பேக்ட் அது கிரியேட் பண்ணும். ஹெவி வயலன்ஸ் டயலாக் இருக்காது. ஆனால் அதையும் தாண்டி உள்ள ஒரு ட்ரம்பிள்னு சொல்லுவாங்க இல்லையா, நிலத்தில் கூடக்கூடிய ஒரு ட்ரம்பிள் ஒன்று ஃபீல் ஆகும்னு சொல்லுவாங்கல்ல, அது மாதிரி ஒரு ஃபீல் ஆகிற மாதிரியான ஒரு டிஃப்ரெண்ட்டான அவருடைய ஸ்டைலில் ஒரு மாஸ் ஃபில்மை, ஒரு எமோஷ்னல் ஃபில்மை ஸ்ட்ரக்சர் பண்ணி கொடுத்துருக்கிறாரு. அதுக்கு நாங்கள்லாம் ஆக்டர்ஸாக சப்போர்ட் பண்ணி நாங்கள் கரெக்டாக பண்ணியிருக்கிறோம். இதுதான் உண்மை. இவரோட டெடிகேஷன், இவரோட இதெல்லாம் பார்த்தீங்கன்னா வேற லெவல். அந்த இதை சொன்னேனே, அந்த சிங்கிள் ஷாட்டுக்கு ஒரு ஸ்டெடிகாம் ஆப்ரேட்டர் ஒருத்தர் இருந்தார். அவருக்கு பேக் போனே போயிடுச்சு, சொன்னால் நம்ப மாட்டீங்க சார். நான் லாஸ்ட் டேக் போகிறதுக்கு முன்னாடி அந்த ஸ்டெடிகாம் ஆப்ரேட்டர் படுக்க வச்சு ஹீ கிவன் அ ஃபிசியோதெரபி டு ஹிம். ரியலி இஸ் பீயிங் அ பிக் ஸ்டார். அவரை முதுகில் உட்காந்து ப்ரெஷர் பாயிண்ட்ஸ் வச்சு அட்ஜஸ்ட் பண்ணி பண்ணாங்க. அவ்வளோ லவ் அண்ட் கேரோட, அவ்வளோ ஒரு இதோட எல்லாருமே, சுராஜ் சார் ஆகட்டும், கேமராமேன் ஆகட்டும், துஷாராவாகட்டும், அந்த தெலுங்கு ஆக்டர் நம்ம பிருத்திவி சார் ஆகட்டும், அவருக்கெல்லாம் டைரக்டர் வேலை வாங்கியிருக்கிறது வேற டிஃப்ரெண்ட்டாக ஒர்க் வாங்கியிருக்காரு. ஸோ ஒரு காலம் கடந்து நிற்கக்கூடிய ஒரு அருமையான ஒரு படமாக இது இருக்கும். ஹிஸ்ட்ரியில் இந்த படம் பேசப்படும். வீரதீர சூரா அப்படின்ற ஒரு படம் அருண்குமார் என்ற ஒரு சிறந்த திறம்பட்ட ஒரு இயக்குனர் ஒரு அழகான ஒரு படத்தை கொடுத்துருக்காரு அப்படின்னு சொல்லி உண்மையாக அது பேசுவாங்கன்னு நான் நம்புகிறேன். அது எதிர்பார்க்குறேன். ரொம்ப சந்தோஷம். மார்ச் 27 ரிலீஸ் ஆகுது. படத்தை மிகப்பெரிய வெற்றி கொடுங்க. താങ്ക് യു സർ. സാധാരണ ഒന്നിലൊന്ന് തരംഗമാകാൻ വേണ്ടി ശ്രമിക്കും, പക്ഷേ ട്വിറ്ററിൽ അക്കൗണ്ട് ഇല്ല. അദ്ദേഹം ഒരു ദിവസവും 2 ദിവസവും ഒക്കെ തരംഗമായിരുന്നു. നമ്മുടെ സ്വന്തം സുരാജ് ഏട്ടൻ. എല്ലാവർക്കും നമസ്കാരം. സിനിമയുടെ എക്സ്പീരിയൻസിനെ കുറിച്ച് ഓരോരുത്തരായിട്ട് പറയുകയാണ്. അതിൽ എല്ലാം ഉണ്ട് ഈ പടത്തിലുള്ള സംഭവം. എൻ്റെ ആദ്യത്തെ തമിഴ് സിനിമയാണ്. ഒരു അന്യഭാഷ സിനിമയിൽ അഭിനയിച്ചതിലപ്പുറം വളരെ വൈകാരികമായിട്ടുള്ളൊരു ബന്ധം എനിക്ക് വീരാധീര ശൂരൻ എന്ന ഈ സിനിമയോടുണ്ട്. കാരണം അത്രയും വലിയ ഒരു ഗ്രേറ്റ് സപ്പോർട്ടും നല്ലൊരു വാം വെൽക്കമിംഗ് ഒക്കെ ആയിരുന്നു എനിക്ക് ആ സിനിമയിൽ കിട്ടിയത്. അതിന് എല്ലാത്തിനും കാരണക്കാരാണ് ഈ ഇരിക്കുന്നത് ഓരോരുത്തരും. അരുൺകുമാർ സർ, വിക്രം സർ, S.J. സൂര്യ സർ, തുഷാര മാം, എല്ലാവരും, പ്രത്യേകിച്ച് ഇതിൻ്റെ പ്രൊഡ്യൂസർ HR ഫിലിംസ് റിയ ഷിബു, അവർക്കും എൻ്റെ പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. പിന്നെ അതിൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടല്ലോ, ഇനി ചോദിച്ചാൽ മതി. தமிழ் இன்டர்வியூவில் பயங்கரமாக பேசி அதெல்லாம் ஃபுல் வைரல் ஆகி உங்களுக்கே வந்திருக்கும்னு நினைக்கிற நியூஸு. இப்போ தமிழ்நாட்டில் சுராஜ் சார்னா பயங்கர ஃபேமஸ். படம் வர்றதுக்கு முன்னாடியே இவருடைய அது என்ன சொல்றது, அந்த இன்டர்வியூவில் ஷோமேன் ஆகிட்டார் கம்ப்ளீட்டாக. நாங்களாம் அமைதியாகி இவர் பேசட்டும். இப்போ கேரளாவில் நான் வரும்போது பார்த்தேன், கேரளா வந்தால் இவர் என்ன பேச போகிறா நான் பார்க்கணும்னு பார்த்தா எதுவுமே பேசாமல் உட்காந்துருக்கேன். பேசுங்க நல்லா. അല്ല, അതിൻ്റെ ആ കഷ്ടപ്പാട് പറഞ്ഞല്ലോ, ഒരു 16 മിനിറ്റിൻ്റെ കഥ. ശരിക്കും എനിക്ക് മലയാളം പോലും നേരെ ചൊവ്വേ സംസാരിക്കാൻ അറിയില്ല. എന്നെ ഫസ്റ്റ് ഡേ തമിഴിൽ കൊണ്ടുപോയിട്ട് തന്നതാണ് സിംഗിൾ ഷോട്ട്, ഒരു കുത്ത് ഡയലോഗ്. ഞാൻ ചോദിച്ചു, സിനിമ ഫുള്ളേ ഉണ്ടല്ലോ, ഇനിയിപ്പോൾ ഞാൻ സാർ ഇത് എൻ്റെ ഫുള്ള സിനിമയാണോ? ഇല്ല സാറിൻ്റെ ഡയലോഗ് മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ഇതെല്ലാം പഠിച്ച് അത് എനിക്ക് മാത്രമേ അറിയൂ ആ കഷ്ടപ്പാട്. എന്തായാലും അതിന് ഗ്രേറ്റ് സപ്പോർട്ടായിരുന്നു എല്ലാവരും, സാറായാലും. അതിന് ഞാൻ എന്തെങ്കിലും തമിഴ് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ആയിരുന്നു സാറിനാണ്. എപ്പോഴും എന്നോട് തമിഴിൽ സംസാരിച്ചുകൊണ്ടിരിക്കും. പിന്നെ എൻ്റെ ബിഗ് ഫാനാണ്. സോറി, ഞാൻ ഇദ്ദേഹത്തിൻ്റെ ബിഗ് ഫാനാണ്. 2000 പറഞ്ഞല്ലോ സാർ. താങ്ക് യു. അല്ല, ടങ് ട്വിസ്റ്റൊക്കെ വരാണ്.
അപ്പോൾ അദ്ദേഹത്തിന് എത്രയോ പടങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ തമിഴ് പടമായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടം, ഇത്രയും ഒരു വലിയ ആക്ടറോടൊപ്പം ഷെയർ ചെയ്യാൻ പറ്റിയതിൽ. അതുപോലെ വിക്രം സാർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, മലയാളികളുടെ ഒരു സ്വത്താണ്. അദ്ദേഹത്തിൻ്റെ ഓരോ വളർച്ചയിലും നമ്മൾ മലയാളികൾ ഓരോരുത്തരും അഭിമാനിക്കുന്നുണ്ട്. ഇപ്പോൾ അന്യൻ എന്ന ആ ഒറ്റ ചിത്രം കൊണ്ട് ഇന്ത്യയിലുള്ള എല്ലാ പ്രേക്ഷകരുടെയും മനസ്സ് പിടിച്ചു പറ്റിയ ഒരു ആക്ടറാണ്. അദ്ദേഹത്തിൻ്റെ കൂടെയൊക്കെ എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. എല്ലാത്തിനും താങ്ക്സ് ഗോഡ്. சொன்ன மாதிரி இன்னொரு விஷயம் நான் சொல்ல மறந்துட்டேன். இவர் ஒரு நாள் இவரோட நான் ஃப்ளைட்டில் வந்துட்டு இருந்தேன். ஐ திங்க் அது தமிழ்லேயும் அந்த இன்டர்வியூவில் சொன்னேன், தெலுங்குலேயும் சொன்னேன், அது சொல்ல மறந்துட்டேன். சாரோட ஃப்ளைட்டில் வந்தேன். பாம்பேலேருந்து சென்னைக்கு வரும்போது பக்கத்தில் உட்காந்து ட்ராவல் பண்ணுற ஒரு ஆப்பர்ச்சுனிட்டி கிடச்சிது. அப்போ நான் சார்கிட்ட சொன்னேன், சார் படங்கள் எல்லாம் பார்த்துருக்கோம் இல்லையா. அப்போ தெய்வ திருமகள்னு ஒரு படம் வந்து ஸ்பெஷலாக அப்போது வந்திருந்தது. ஸோ நான் லாஸ்ட்டாக பார்க்கும்போது, சார் எப்படி சார் அந்த படத்தை இப்படி பண்ணீங்க, அப்படின்னு சொல்லி கேட்ட ஃபியூ செகண்ட்ஸில் அவர் அப்படியே மாறினார். ஃப்ளைட்டில் அவர் கேட்டு ஒரு ஃபியூ செகண்ட்ஸில் அப்படியே மாறி அந்த கேரக்டராக மாறி டக்குன்னு நான் படத்தில் பார்த்து ரசிச்சிருக்கிறேன். இவருடைய எல்லா பர்ஃபார்மன்ஸு சின்ஸ் காசிக்கு போக அந்த படத்துலேருந்து இது வரைக்கும் நான் எல்லாமே ரசிச்சிருக்கிறேன். காசி அதுலேருந்து எல்லாமே ரசிச்சிருக்கேன். ஆனால் கண்ணுக்கு முன்னாடி இப்படி ஒரு மேஜிக் அவர் பண்ணி காட்டும் போதெல்லாம் வா, அதை விட்னஸ் பண்ணுறதுக்கே இல்லை. வாட் அ கிரேட் ஆக்டர் சார்ன்றத பக்கத்தில் உட்காந்து மேஜிக் படம் பார்த்து எத்தனை பேர் அதை ரசித்ததுக்கெல்லாம் மேலே நாம் ரசிக்கக்கூடிய ஒரு விஷயம், ஒரு ஆப்பர்ச்சுனிட்டி எனக்கு கிடைச்சிது. சச் அ கிரேட் സ്റ്റാർ ആക്ടർ. പിന്നെ ഇതില് തരാം അല്ലെ, ഈ സിനിമയുടെ ഒട്ടുമിക്ക വിശേഷങ്ങൾ നമ്മൾ ഓരോരുത്തരായിട്ട് പറഞ്ഞു കഴിഞ്ഞു. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ഈ സിനിമ തിയേറ്ററിൽ കാണാൻ വരുന്നവരോട്, വീര ധീര ശൂരൻ കാണാൻ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു 10 മിനിറ്റ് മുമ്പായിട്ട് തിയേറ്ററിൽ വരണം. എന്തെന്നാൽ സാധാരണ സിനിമ പോലല്ല. സാധാരണ പടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, അതിലെല്ലാം ചിലപ്പോൾ ആദ്യം ഹീറോ ഇൻട്രോഡ്യൂസ് ചെയ്യും, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയം അവതരിപ്പിച്ചിട്ട് പിന്നെ ക്യാരക്ടറൊക്കെ പരിചയപ്പെട്ടതിന് ശേഷമാണ് കഥയിലൊക്കെ നമ്മൾ ഹുക്കാകുന്നത്. ഇത് ഫസ്റ്റ് ഷോട്ടിലിരുന്നാണ്, ഫസ്റ്റ് ഷോട്ടിൽ തന്നെ നമുക്ക് ആ സ്റ്റോറിയിലേക്ക് നമ്മൾ കയറും. അതുകൊണ്ട് ഡോണ്ട് മിസ് ഫസ്റ്റ് ഷോട്ട്. കാരണം ആദ്യത്തെ ഷോട്ടിൽ ഞാനുണ്ട്. അപ്പോൾ അല്ല, ഇത് സെക്കൻഡ് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഷോട്ടിൽ നിന്നാണ് കഥ തുടങ്ങുന്നത്. ഇതിന്റെ രണ്ടാം അല്ലേ സാർ, LP സാർ. അപ്പോൾ സത്യമായിട്ട് പറയുന്നതാണ്, മറ്റേ ഇത് തുടങ്ങുന്നതിന് മുമ്പ് വരണം. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. ഇത് തിയേറ്ററിൽ ഇരുന്ന് നിങ്ങൾ കേട്ടതിന് ശേഷം മാത്രമേ. താങ്ക് യു. ഇല്ല ഇപ്പൊ അതൊരു വെറൈറ്റി ആണ് ഈ സിത്ത പടം കണ്ടതിന് ശേഷം. നമ്മുടെ സുരാജേന്റെ ദിവസമാണ് 27-ാം തീയതി. നിങ്ങൾ എല്ലാവരും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് തിയേറ്ററിൽ. അതവർ ചോദിക്കും. അപ്പം അഭിനയിച്ച സിനിമകളിലൊക്കെ തന്നെ അഭിനേത്രി എന്നുള്ള നിലയിൽ ശക്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച തുഷാര വിജയൻ മാം ഇതിലും നല്ലൊരു കഥാപാത്രം അവതരിപ്പിക്കുന്നു മാം. வந்திருக்க எல்லாருக்கும் வணக்கம். எங்கள் படத்தை சப்போர்ட் பண்ணுறதுக்கு நீங்கள் எல்லாம் இங்கே வந்திருக்கிறது எனக்கு ரொம்ப சந்தோஷமாக இருக்குது. தேங்க்யூ ஸோ மச். சார் சொன்னார், இவங்க 2 பேத்துக்கு நடுவில் அவர் மாட்டிட்டாருன்னு. என்னைய பாருங்கள், நடுவில் நான் மாட்டிக்கிட்டேன். ஸோ தேங்க்ஸ் டு அருண் சார். எனக்கு சித்தா படம் பார்த்துட்டு ஒரு கிட்டத்தட்ட ஒரு 45 மினிட்ஸ் நான் அப்படியே உட்காந்துட்டேன். ஐ வாஸ் நாட் ஏபிள் டு மூவ். நான் அன்றைக்கி நைட்டு மணி வந்து ஒரு 2:45 இருக்கும் AM. நான் வந்து என்னால் கண்ட்ரோலே பண்ண முடியல. ஒரு பெரிய லாங் மெசேஜ் இவருக்கு அனுப்பிச்சி விட்டேன், ஆனால் பார்க்கல. எனக்கு வந்து I wanted to talk to him so bad and I called him off that night and I told him how amazing the film was. பட் அந்த டைம் எனக்கு தெரியல he was writing for this filmனு. அண்ட் நான் அவர்கிட்ட இங்கே உட்காந்து அவரோட படத்தில் நான் நடிப்பேன்னு நான் நினச்சி பார்க்கல. அண்ட் தேங்க்யூ ஸோ மச் ஃபார் த ஆப்பர்ச்சுனிட்டி சார். அண்ட் சியான்,
எனக்கு சாமி படம் ரொம்ப பிடிக்கும். அதில் த்ரிஷா மேம் அண்ட் சாரோட ரொமான்ஸ் வந்து ஐ திங்க் இட்ஸ் மாஸ்டர் பீஸ். நான் அதே மாதிரி ஒரு பர்ஃபார்மன்ஸ் என் லைஃப்பில் பண்ணணும்னு நினச்சேன். ஆனால் அது சாமி கூடயே பண்ணுவேன்னு நான் நினச்சி பார்க்கல. ஸோ இந்த படத்தில் கலைவாணி என் கேரக்டர் பேர். ரொம்ப செல்ஃப்லெஸ்ஸான லவ் அவள்கிட்ட இருக்கும். அவளோட உலகமே வந்து ஹஸ்பண்ட், அவளோட குழந்தைங்க தான். ஸோ உங்கள் எல்லாருக்குமே கண்டிப்பாக ரொம்ப படம் பிடிக்கும் அப்படின்னு நம்புகிறோம். எல்லாருமே ரொம்ப ஹார்ட் ஒர்க் போட்டிருக்கோம். அண்ட் எஸ்டே சார், நானும் செகண்ட் படம் இது, ராயன் ஃபஸ்ட்டு பண்ணோம், அதுக்கப்புறம் இந்த படம். அண்ட் சுராஜ் சார், அவர் வந்து அவ்வளோ பேசுவார்னு எனக்கு அந்த இன்டர்வியூவில் தான் தெரியும். ஏன்னா ஐ டிட் கெட் அன் ஆப்பர்ச்சுனிட்டி டு டாக் டு ஹிம் ப்ராப்பர்லி. பட் இல்லை, ஆனால் அன்னைக்கு வந்து ஹி ஸ்டோல் த ஷோ, அது நான் சொல்லுவேன். அண்ட் மலையாள படங்கள் எனக்கு ரொம்ப பிடிக்கும். ஸோ ஐ எம் ஆல்சோ லுக்கிங் ஃபார்வர்ட் டு டூ சம்திங் ஹியர் வெரி சூன். சுராஜ் சார், ஸோ எல்லாருமே கண்டிப்பாக 27ஆம் தேதி படத்தை போய் தியேட்டரில் பாருங்கள். எல்லாத்தோட எனர்ஜி, க்ரியேட்டிவிட்டி எல்லாமே உங்களுக்கு ரொம்ப பிடிக்கும் அப்படின்னு நம்புகிறேன். எஸ்பெஷலி ஈஸ்வர் சாரோட ஸ்ட்ரைக்கிங் விஷுவல்ஸ். Please support the film on the 27th of March. Thank you so much. താങ്ക് യു മാം. ഇന്ന് ഏറെ വൈകിയാണ് വിക്രം സാറിന്റെയും വീരധീര ശൂരൻ ടീമിന്റെയും ഇന്റർവ്യൂ മാറ്റിയിട്ട് നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് കാണാനുള്ള തീരുമാനം പറയുന്നത്. വൈകി അറിയിച്ചിട്ടും നിങ്ങളുടെ ആ സ്നേഹം സാറിനോടും സിനിമയോടും നിങ്ങൾ എല്ലാവരും കാണിച്ചു. സോ ഇനി നിങ്ങളുടെ സമയമാണ്. നിങ്ങൾക്ക് സിനിമയെ കുറിച്ച് ചോദിക്കാനുള്ളത് ചോദിക്കാം, പ്ലീസ്. ക്വസ്റ്റ്യൻസ്? എനിക്ക് സംശയം, ഞാൻ ചോദിച്ചു ഏത് പടമാ കാണും ഫസ്റ്റ്. ഞാൻ 2 പടവും കാണും പറഞ്ഞു. സോ 27 ഷി വിൽ സീ ബോത്ത് ഫിലിംസ്. ഞാൻ കാണും, പക്ഷേ അവർ ഏത് പടം ആദ്യം കാണും എന്ന് എനിക്കറിയില്ല. ഒരു സംശയമുണ്ട്. കുറച്ച് സംസാരിക്കും, അവർ വളരെ നന്നായിട്ട് സംസാരിക്കും. മലയാളം ഇപ്പോൾ മനസ്സിലായി. ഇപ്പോൾ മലയാളം, തമിഴ്, തെലുഗു അങ്ങനെ ദിസ് ഇസ് ഇന്ത്യ അങ്ങനെയാണ്. ഡിഫറെൻറ്റ് ലാംഗ്വേജസ്, ഡിഫറെൻറ്റ് കൾച്ചേഴ്സ്. ലെറ്റ്സ് എൻജോയ് ഇറ്റ് അല്ലേ. സോ നിങ്ങളെല്ലാവരും തമിഴ് പടം കാണുന്നില്ലേ? ഞങ്ങളെല്ലാവരും ഇപ്പോൾ OTT കാണുന്ന പടങ്ങൾ എല്ലാം ഇപ്പോൾ എനിക്ക് മലയാളം മനസ്സിലാവും. ബട്ട് എല്ലാവരും സബ് ടൈറ്റിൽസോടെയാണ് കാണുന്നത്. നോബഡി സീസ് ഡബ് ഫിലിംസ്. സോ നമ്മുടെ ലാംഗ്വേജ് അങ്ങനെയാണ്, നമ്മുടെ ഇന്ത്യ അങ്ങനെയാണ്, നമ്മുടെ കൾച്ചർ അങ്ങനെയാണ്. സോ ലെറ്റ്സ് എൻജോയ് ഇറ്റ്, ലെറ്റ്സ് ജസ്റ്റ് ഡു. ആൻഡ് ഇവിടെ ചെയ്താൽ ഇപ്പോൾ എംബറാൻ വിൽ ഓൾസോ ബി റിലീസ് ഇൻ തമിഴ്. അവിടെയും എല്ലാവരും കാണും. അപ്പോൾ ഇവിടെയും ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. സോ അത് ഇറ്റ്സ് എ വെരി ഇപ്പോൾ സുരാജ് ഈ പടത്തിലുണ്ട്. നോട്ട് ബിക്കോസ് സുരാജ് ഉണ്ടാണെങ്കിൽ നമുക്ക് മലയാളത്തിൽ ഒരു അങ്ങനെയില്ല. ഹീസ് എ ഗുഡ് പെർഫോമർ. സോ അവരെ നമുക്ക് തമിഴിൽ ചെയ്യുമ്പോൾ ഇറ്റ് ബി അത്രയേ ഉള്ളൂ. സോ ഇറ്റ്സ് നോട്ട് ലൈക്ക് സോ. പക്ഷേ അത് പറഞ്ഞ ശേഷം ഏതാത് ഒരു മലയാള പടം, നല്ല പടം, നല്ല സ്ക്രിപ്റ്റ് എന്നാൽ ഞാൻ ഡെഫിനറ്റായിട്ട് ഞാൻ ചെയ്യും. സി അതെ, കാന്താര അതും അങ്ങനെ പോലെ പാൻ ഇന്ത്യ പോയി. എനിത്തിങ് എൽസ്? ഡയറക്ടർ സാധാരണ സിനിമ ചെയ്യുമ്പോൾ പാർട്ട് 1 കഴിഞ്ഞാണ് പാർട്ട് 2 വരുന്നത്. ഇതിപ്പോൾ പാർട്ട് 2 ആണ് ആദ്യം ചെയ്തിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ് പാർട്ട് 2 ചെയ്തത്? പാർട്ട് 1 ആൾറെഡി എന്തെങ്കിലും ഷൂട്ട് തുടങ്ങിയിട്ടുണ്ടോ, അത് ഇനി റിലീസായി കഴിഞ്ഞിട്ട് ഇനി പാർട്ട് 1 ഉണ്ടാവും? എന്താണ്? இல்லை, பார்ட் 2 அப்படின்னு ஏன் வச்சோம்னா, இந்த படம் வந்து அந்த ஃபர்ஸ்ட் ஆக்ட்னு சொல்லுவாங்கல்ல, இவங்கெல்லாம் யார், இவங்க என்ன வேலை பார்க்குறாங்க, இவங்களுக்குள்ள என்ன பிரச்சனை, அப்படி இருக்க பிரச்சனையிலேருந்து படம் ஸ்டார்ட் ஆகிடும். ஸோ இல்லை சார், நான் வந்து கான்ஃப்ளிக்ட் ஸோ ஸோ அதனால இதுக்கு முந்தைய கதை நிறைய இருக்கு. ஐ மீன் இந்த படத்துக்கு ப்ரீக்வல் ஐடியா இருந்தது எழுதும் போதே. ஸோ அதனால பார்ட் 2 அப்படின்னு இந்த படத்தை ரிலீஸ் பண்ணுறோம். பார்ட் 1க்கான ஐடியா இருக்குது, அது ஷூட்லாம் இன்னும் பண்ணல. அதுதான்
ஸோ இப்போ இவங்கெல்லாம் யார், இவங்களுக்கான லவ் என்ன இருக்குது, இந்த மாதிரி மொத்த விஷயங்களும் அதுக்கான ஐடியா இருக்குது. ஸோ ஐ திங்க் அந்த பார்ட் 1க்கான ஐடியா இருக்குது. அதை ஐ திங்க் வி வில் எக்ஸிக்யூட் இட் வெரி சூன். We will execute it soon. Yes, sir. ഇപ്പോൾ ഇതിൻ്റെ അകത്തുള്ള എല്ലാ ക്യാരക്ടേഴ്സും ഇപ്പോൾ വിക്രം സാർ ആയിക്കോട്ടെ, സൂര്യ സാർ ആയിക്കോട്ടെ, സുരാജൻ ആയിക്കോട്ടെ, എല്ലാവരും ഡീപ്പ് ആൻഡ് ഇൻറ്റൻസ് ആയിട്ട് You're looking smart, by the way. Glasses, shirt is കുറച്ച് മേക്കപ്പ് കൊടുത്തു. Nice. ചോക്ലേറ്റ് ബോർഡ് പിടിച്ചേക്കണമെങ്കിൽ ഇതൊക്കെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. നന്നായിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ് ഈ ഉള്ള എല്ലാ ആൾക്കാരും. ഈ 4 ആക്ടേഴ്സും അങ്ങനത്തെ ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അകത്ത് അഭിനയിക്കുമ്പോൾ എന്തെങ്കിലും ചാലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ടോ? ഫീൽ ചെയ്തിട്ടുണ്ടോ? ആരടുത്ത് ചോദിക്കും? എല്ലാവർക്കും ഓപ്പൺ ആണ്. ചാലഞ്ച് ഇല്ലേ? Yes. അതായത് എല്ലാവരും ഡീപ്പ് ആൻഡ് ഇൻറ്റൻസ് ആയിട്ട് അഭിനയിക്കുന്ന ആൾക്കാരാണ്. അത്രയും നല്ല കഥാപാത്രങ്ങൾ ഗംഭീരമായിട്ട് അഭിനയിക്കുന്ന ആൾക്കാരാണ്. ഇമോഷൻസ്, ആക്ഷൻസ് എല്ലാം. അത് ആക്ച്വലായിട്ട് അത് മോർ ദൻ നമ്മളെല്ലാവർക്കും പെർഫോം ചെയ്യുമ്പോൾ വി ഓൾവേസ് ലുക്ക് ഫോർ സീൻസ് ലൈക്ക് ദാറ്റ്. ഇന്നും കുറച്ച് താ പ്ലീസ്, ഇന്നും കൂടി ഏതാത് താൻ. സോ അങ്ങനെ ഈ പടത്തിൽ മുഴുവൻ അങ്ങനെയാണ്. ഒவ்வொரு സീനും ഞാൻ അത് തന്നെ പറഞ്ഞു. ഞാൻ ആക്ച്വലായിട്ട് സത്യമായിട്ട് പറയട്ടെ, തങ്ങളാണിന് ശേഷം തങ്ങളാണിലെ ഞാൻ എത്തിപ്പോയി. ലൈക്ക് എവറിത്തിങ് അത്ര കഷ്ടപ്പെട്ട് ഞാൻ ചെയ്യും. പക്ഷേ ഞാൻ അതിനുശേഷം നെക്സ്റ്റ് മൂവി ഒരു നല്ല റിലാക്സ്ഡ് ആയിട്ട് ഒരു വില്ലേജ് കമേഴ്ഷ്യൽ സിനിമ അങ്ങനെ പറഞ്ഞിട്ട് ഇയാളെടുത്ത് പറഞ്ഞു. നല്ല മെല്ലെ നമ്മൾ ഒരു ഫ്യൂ സോങ്സ്, റൊമാൻസ്, തുഷാർ വെരി ഗുഡ് റൊമാൻസ്, പിന്നെ ആ ഫൈറ്റ് സീക്വൻസ് ലൈറ്റ് ഫൈറ്റ് ഇത് അതെല്ലാം പറഞ്ഞിട്ട് കോസ്റ്റ്യൂംസ് നൈസ് കളർ. ഇപ്പോൾ ലൈക്ക് യുവർ ഷർട്ട്, ലൈക്ക് മൈ ഷർട്ട് എല്ലാം കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ടിട്ട് ഏതാவது ഒരു സോങ് ഓസ്ട്രേലിയയിലെ അല്ലെങ്കിൽ അതെല്ലാം ഞാൻ വിചാരിച്ചു. ഇയാൾ വന്നിട്ട് ആദ്യം ഒരേ ഒരു ലുങ്കി, ആ സോങ്ങിൽ അവരില്ല, സോറി, അത് പിന്നെ ഒരു ലുങ്കി, അതും അഴുക്ക് ലുങ്കി, അഴുക്കുമുണ്ട്, ഒരു ഷർട്ട്, ഇതോ ആ ഷർട്ട് അത് കണ്ടോ, അത് ഷർട്ടേ ഇല്ലെങ്കിൽ ഷർട്ടേ ഇല്ല, ഇവർക്ക് ഒരു സാരി അത്രേ ഉള്ളൂ. സോ അതിനുശേഷം ശരി ഓക്കെ നോ പ്രോബ്ലം, ബട്ട് സോങ് കട്ട് ഒൺലി മോണ്ടാജ്, ദെൻ കുറച്ച് ലവ് എല്ലാം അതെല്ലാം ഉണ്ട്. ബട്ട് അങ്ങനെയില്ല. ഫസ്റ്റ് സീൻ മുതൽ ഇപ്പൊ തങ്ങളാണെങ്കിൽ എനിക്ക് ഫിസിക്കലായിട്ട് കുറേ കഷ്ടമുണ്ടായിരുന്നു. ഇതിന് മെന്റൽ ഓൾ ഓഫ് us ഐ തിങ്ക് എല്ലാ സീനും ഒരു സർവൈവൽക്ക് വേണ്ടി നടക്കുന്ന ഒരു വിഷയമാണ്. സോ ഒவ்வொரு സീനും നമ്മൾ മെല്ലെ അങ്ങനെ ചുമ്മാ വിചാരിച്ച് ലൈക്ക് ലൈറ്റ് ആയിട്ട് അഭിനയം അങ്ങനെയില്ല. എവറി സീൻ വിൽ റിക്വയർ പെർഫോമൻസ്. ആൻഡ് സാർ കുറേ കഥകൾ പറയും അവരെ പറ്റി. ലൈക്ക് ഒരു ടേക്ക് ഹി വോണ്ട് ബി ഹാപ്പി വിത്ത്, അത് വളരെ മൈന്യൂട്ടായിട്ട് സട്ടിലായിട്ട് ചെയ്യണം. അതിനു വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്, ഒരു മലയാളപ്പെടുത്തുള്ള ഒരു ഫീൽ ഉണ്ടാവും. ലൈക്ക് അത് വളരെ സോഫ്റ്റ് ആയിട്ട് വളരെ സട്ടിലായിട്ടാണ് എല്ലാം. സോ ഇറ്റ് വാസ് വെരി എക്സൈറ്റിംഗ്. അപ്പോൾ സൺഡേ അതെല്ലാം എടുക്കും. അത്ര അടി എനിക്ക് കിട്ടി. അവിടെ എല്ലാം മസ്കാർസ് ഇല്ലേ, അത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇറ്റ്സ് വെരി റോ. അങ്ങനെ ഉണ്ടാവും ഒരു ക്രീഡം ഇല്ലെങ്കിൽ ഒരു സ്ഫടികം, അതുപോലെ ലൈക്ക് ഒരു വളരെ റോ ആയിട്ട്. സോ വി ഓൾ എൻജോയ്ഡ് ഇറ്റ്, ബട്ട് വേദനയോടെ എൻജോയ് ചെയ്തു. ഹായ് ശിവ, താങ്ക് യു. എന്തിന് എഫേർട്ട് എടുക്കും? അത് മനസ്സിലായി. എനിക്ക് അത് പറഞ്ഞല്ലേ, എനിക്ക് ചാലഞ്ച് ഇല്ലെങ്കിൽ ഐ ഗെറ്റ് ബോർഡ്. അപ്പോൾ ഇതിൽ കൂടെ ആക്ച്വലായിട്ട് ചിലപ്പം ലൈക്ക് ഫൈറ്റ് സീക്വൻസും മറ്റു വിഷയങ്ങൾ വി കുഡ് ഹാവ് ഡൺ ഇറ്റ് ഈസിയർ. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറയും, അവൻ എന്നെ ചെറിയ അടിച്ചിട്ടില്ല, എന്നും കുറിച്ച് ഒരു 2 അടി എനിക്ക് കിട്ടിയാൽ ഇറ്റ് ബി ബെറ്റർ അല്ലേ. ബിക്കോസ് അപ്പോൾ തന്നെ ഇത് സീൻ വിൽ ലുക്ക് അല്ലേ. ഇറ്റ് വാസ് സോ நீங்கள் கேட்டிங்கல்ல, அது ரெண்டுத்துக்குமே காமனாக என்னென்னா கஷ்டம் இருந்தது. ஏன்னா இது ஃபுல்லாக நைட் ஒரு 6 o'clock ஸ்டார்ட் பண்ணோன்னா காலையில் 6 o'clock வரைக்கும் ஷூட் போகும். ஸோ அந்த 100 நாள் எனக்கு தெரிஞ்சு எங்கள் எல்லாருக்குமே வெளி உலகத்தில் என்ன நடந்ததுன்னே தெரியாது. ஏன்னா காலையில் போய் தூங்கி திருப்பி லஞ்ச்லாம் சாப்பிடாம டின்னர் சாப்பிட்டு அப்படி தான் எல்லாருமே வந்துட்டு இருந்தாங்க. என்னென்னா இப்போ இது எவ்வளோ கஷ்டம்னு கேட்டிங்கல்ல, ஆனால் இவங்க இங்கே இருக்கிற எல்லாருமே பத்தலை இன்னும் சேலஞ்ச் பண்ணுங்க அப்படி கேட்குற ஆட்கள். இவங்களுக்கு என்ன போட்டாலுமே பத்தாது, எவ்வளோ கொடுத்தாலும் பத்தாது, என்ன பண்ணாலும் பத்தாது. இப்போ விக்ரம் சார் எல்லாம் ஏதாவது சீன் போய் சொல்லும் போது இன்னும் நிறைய பண்ணலாம்ப்பா, இன்னும் பயங்கரமாக, அதான் சொன்ன மாதிரி ஆக்ஷன் சீக்வன்ஸ்லாம் இன்னும் அடிக்க சொல்லுங்கள், இன்னும் கீழே போட்டு இழுக்க சொல்லுங்கள், தரையில் படுத்து உருள்றது, அந்த மாதிரி எனக்கு அதெல்லாம் நான் கேட்பேன். சார் யூ கம்ஃபர்டபுள், நீங்கள் ஓகே சார் பண்ணிக்கலாம், ஓகேப்பா ரெடினா சொல்லுங்கள் அப்படின்னு. இப்போ சூர்யா சார் ஒரு நாள் சொன்னார், சார் நான் வந்து
100 மூடை தூக்குறாங்க சார், நீங்கள் எனக்கு 10 மூடை கொடுத்தா பார்த்தா சார், 110 மூடை 200 மூடை கொடுங்க சார், அப்போ தான் எனக்கு. ஸோ அது பாருங்க, எது கொடுத்தாலும் பத்தலை. ஸோ திஸ் இஸ் ஹவ் இட் இஸ். அவங்க சேலஞ்சஸ்லாம் ஐ திங்க் அவங்க அதுக்கு சுத்தமாக கொஞ்சம் கூட பயப்படுற ஆளுங்க இல்லை. ஐ மீன் லைக் எது கொடுத்தாலும் பத்தாதுன்னு சொல்ல வரேன். ஸோ ஃபார் எவ்ரிபடி, இப்போ சுரா சாராக இருக்கட்டும், துஷாராக இருக்கட்டும், என்ன சீன் எவ்வளோ கஷ்டமாக இருந்தாலும் ஓகே போகலாம் அப்படின்றோம். அதில் யோசிக்கிறதுக்கான டைமே எனக்கு இருந்ததில்லை. சாரி சார். പങ്കജ് ഹോട്ടലിൽ ഞാൻ താമസിച്ചിട്ടില്ല. മമ്മൂക്ക പങ്കജ് ഹോട്ടലിൽ താമസിച്ചു. ഞാൻ ഒരു ചെറിയ ലോഡ്ജിൽ താമസിച്ചു. അതെ, പങ്കജ് ഇല്ല ഞാൻ പങ്കജ് ഹോട്ടൽ അവിടെ ഉണ്ടാവും. അത് കുറച്ച് തൊട്ടടുത്ത് ഒരു ലോഡ്ജ് ഉണ്ട്, അവിടെ ഞാൻ താമസിച്ചു. സോ വാക്കിംഗ് പോകുമ്പോൾ ഞാൻ നടന്നിട്ട് ഒരു ദിവസം ഞാൻ ഈ ഹോട്ടലിൽ താമസിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോകും. ഇല്ല, ഞാൻ ടൈം ഇന്ന നൈറ്റ് എനിക്ക് സമയമില്ലല്ലോ സുരാജ്. സോ ഇന്നല്ല നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ. ഹലോ, നിങ്ങൾ ഹോട്ടലിൻ്റെ പങ്കജ് ഹോട്ടലാണ്? പങ്കജ് ഹോട്ടൽ മാനേജർ അല്ലേ? നിങ്ങളാണല്ലോ? ഇല്ലല്ല, അവിടെ ഉണ്ടല്ലോ പ്രോബ്ലം. താങ്ക് യു. സോറി. ഈ ഒരു സിനിമയ്ക്ക് ഒരു ഗോൾഡൻ പാറ്റേൺ ലൈറ്റിംഗ്, അങ്ങനെ ഒരു പാറ്റേൺ ലൈറ്റിംഗ് ആണല്ലോ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിച്ചത്. ഒരു ഗോൾഡൻ, ഒരു വെറൈറ്റി പാറ്റേൺ. എന്തുകൊണ്ട് അങ്ങനെ ഒരു പാറ്റേൺ ലൈറ്റിലേക്ക് എത്തിയത്? இல்லை, எனக்கு அந்த லைட்டிங் பற்றி ஃபுல் கிரெடிட்டும் நான் என்னோட டிஓபி ஈஸ்வர் சார் தான் கொடுப்பேன். ஆனால் நான் அவர்கிட்ட கதை சொல்லும் போதே எனக்கு ஒரு வார்ம் டோன் படம் ஃபுல்லாக இருக்கணுன்றது இருந்தது. எனக்கு இப்போ தமிழ்நாட்டில் நிறைய இடங்களில் எல்இடி போட்டாங்க, ஒயிட் லைட்ஸ் தான் இருக்குது. ஆனால் நான் வந்து ஐ டுக் த லிபர்ட்டி, எனக்கு அந்த வார்ம், அந்த ஹை கான்ட்ராஸ்டில் இந்த படம் இருக்கணுன்றது முன்னாடியே இருந்தது. ஏன்னா ஒரு படம் அதோட கதை தான் எல்லாத்தையும் டிமாண்ட் பண்ணுது. நான் பர்பஸாக இதை வந்து இப்படி பண்ணணும்லாம் யோசிக்கல. அந்த சீன் நம்ம எழுதும் போது இப்படி இருக்கணும் அப்படின்னு மைண்டில் வந்திருக்கும் இல்லையா, அதை என்னோட டிஓபி கிட்ட சொன்னேன். அண்ட் ஹீ டிட் த ஃபேண்டாஸ்டிக் ஜாப் இந்த ஃபிலிம். ഇല്ല, ഇതിൽ ടു ആഡ് ടു ദാറ്റ്, ആക്ച്വലി ഡേ ടൈമിലും ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾക്കറിയാമല്ലേ, യുവർ ക്യാമറമാൻ വളരെ നല്ല ഷോട്ട്സ്, കളേഴ്സ് ഒക്കെ കിട്ടും. ബട്ട് നൈറ്റിന് വെച്ചാൽ നോർമലി പീപ്പിൾ ഗോ ഡേ ഫോർ നൈറ്റ്, ഇല്ലെങ്കിൽ ഒരു സോഴ്സ് ലൈറ്റ്സ് വെച്ചിട്ട് കുറച്ച് ബൗൺസ് അത്രയേ ഉള്ളൂ. പക്ഷേ ഈ അങ്ങനെ കുറച്ച് നൈറ്റ് സീൻസ്, കുറച്ച് ഡേ സീൻസ് ആണെങ്കിൽ അങ്ങനെ ബാലൻസ് ചെയ്യാം. ഈ പടം മുഴുവൻ നൈറ്റിലെടുത്തതാണ്. സോ അവരുടെ പണി എന്താണെന്ന് ചോദിച്ചാൽ ഒவ்வொரு സീനും ഒவ்வொரு ഷോട്ടും ഹാഡ് ടു ലുക്ക് ബ്യൂട്ടിഫുൾ. സോ അതിൽ ചിലപ്പം ഇപ്പോൾ ഞങ്ങൾ വി കോൾ ഇറ്റ് 300 rupees ഷോട്ട്. ലാസ്റ്റ് ഒരു പാച്ച് വർക്ക് ചെയ്യുമ്പോൾ 300 രൂപയ്ക്ക് ഒരു ലൈറ്റ് മാത്രം വെച്ച്, ഒരു ബൗൺസ് വെച്ച്, പിന്നെ അവർക്ക് 2-3 വാട്ടർ ക്യാൻസ് വെച്ചിട്ട്